കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം. ഡിസംബർ 1 മുതൽ ചെയ്യുമ്പോൾ, അതായത് ഒരു ഡിസംബർ 1 മുതൽ ഒരു 17 ദിവസം വരെ വൃശ്ചിക മാസമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ധനുമാസത്തിലേക്ക് പോകും. അപ്പോൾ ധനുമാസത്തിൻ്റെയും വൃശ്ചിക മാസത്തിൻ്റെയും കാലയളവാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ധനുവും വൃശ്ചികവും, ഈ ധനുവും വൃശ്ചികം എന്ന് പറയുന്നത് നമുക്കെപ്പോഴും അറിയാം, ആ വൃശ്ചിക ക്ഷേത്രത്തിൻ്റെ അധിപൻ കുജനാണ്. കുജനാണ് ആ ക്ഷേത്രത്തിൻ്റെ നാഥൻ. വൃശ്ചികത്തിൻ്റെ ധനുവിൻ്റെത് ഗുരുവാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് ഇതും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് മലയാള മാസം ത്തിൻ്റെ മാസഫലം നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, കേരളീയ ജ്യോതിഷം വ്യത്യാസമാണ്, ഭാരതീയ ജ്യോതിഷം വ്യത്യാസമാണ്, പാശ്ചാത്യ ജ്യോതിഷം വ്യത്യാസമാണ്. അപ്പോൾ കേരളീയ ജ്യോതിഷത്തിൽ മേടം മുതലാണ് നമ്മൾ തുടങ്ങുന്നത്. രാശി തുടങ്ങുന്നത്, ഒന്നാമത്തെ രാശി മേടരാശിയാണ്. അങ്ങനെയാണ് തുടങ്ങി വരുന്നത്. അപ്പോൾ അതൊരു ക്ലോക്ക് വൈസിൽ ഇങ്ങനെ വരും 12 രാശികളിലേക്ക്. അങ്ങനെ ചില രാശികൾക്ക് അധിപന്മാരുണ്ട്. ഇപ്പോൾ മേടം രാശിക്ക് അധിപൻ കുജനാണ്, വൃശ്ചിക രാശിക്ക് അധിപൻ കുജനാണ്. ഇപ്പോൾ ധനുവും മീനത്തിനും അധിപൻ വ്യാഴമാണ്, കുംഭത്തിനും മകരത്തിനും അധിപൻ ശനിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ സൂര്യൻ, ചിങ്ങരാശിക്ക് അധിപൻ സൂര്യൻ, കർക്കിടക രാശിക്ക് അധിപൻ ചന്ദ്രൻ. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ മിഥുനം കന്നിക്ക് ബുധൻ, ഇടവം തുലാത്തിന് ശുക്രൻ. ഇങ്ങനെയൊക്കെയാണ് വരുന്നത് രാശികളുടെ നാഥന്മാരായിട്ട് വരുന്നത്. ഇവിടെ ഭാവബലത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രാശിഫലത്തിനും ഭാവബലത്തിനും വലിയ ഇതുണ്ട്. അത് 30 ഡിഗ്രിക്കകത്ത് ചിലപ്പോൾ 15 ഡിഗ്രി അപ്പുറത്തും 15 ഡിഗ്രി ഇപ്പുറത്തും വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതിന് സ്ത്രീ പുരുഷനുണ്ട്. ഓരോ രാശിക്ക് സ്ത്രീ പുരുഷന്മാരുണ്ട്. ഓജരാശി, യുഗ്മരാശി, അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ സ്ഥിരരാശി, ചരരാശി, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. കാൽക്കുലേഷൻ, അതൊരു കണക്കാണ്. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വലിയ കണക്കാണ്. എല്ലാവർക്കും അത് കാണാൻ പഠിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങാം. ഞാൻ എപ്പോഴും കലിയുഗ ജ്യോതിഷത്തിനെ കുറിച്ച് പറയുമ്പോൾ രാശി വെച്ചേ പറയുള്ളൂ. ഒരു രാശിയിൽ ഒരു ദശാനാഥനിലെ 3 നക്ഷത്രങ്ങൾ, അങ്ങനെ 9 ദശാനാഥന്മാരുള്ള 27 നക്ഷത്രത്തിനെ കുറിച്ചാണ് ഈ മാസഫലത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വൃശ്ചികം, ധനു, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഇതിൽ നമുക്ക് പറയാനുള്ളത്, രാശിയെക്കുറിച്ച് പറയുമ്പോൾ അശ്വതി, മകം, മൂലം, കേതുവാണ് വരുന്നത്. അപ്പോൾ ആ രാശിയിൽ വരുന്നവർക്ക് മലയാള മാസത്തിനെ സംബന്ധിച്ചോളം അശ്വതി നക്ഷത്രക്കാർ അവർക്ക് കുറച്ച് കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അവരുടെ ജീവിതത്തിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും, അതുപോലെ സന്തോഷങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. എങ്കിലും അവർ ധനശേഷി വളരെ ശ്രദ്ധിക്കണം, ധനം ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അമിതമായിട്ടുള്ള മദ്യപാനവും ബാക്കി കാര്യങ്ങളൊന്നും പാടില്ല. ധനചെലവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് മകം നക്ഷത്രം. മകം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിക്കും, അവർക്ക് ആശുപത്രിവാസം വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വന്നിട്ട് ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് കക്കൂലി കേസുകളിലൊക്കെ ചെന്ന് പെടാതിരിക്കണം. മറ്റു ശത്രുക്കൾ മുഖാന്തരം പറ്റിക്കപ്പെടാനൊക്കെ ഉള്ള ചാൻസ്, ദാമ്പത്യ ജീവിതത്തിൽ അലച്ചിൽ, ഇത്ര കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ മൂലത്തിന് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം, തൊഴിലെടുത്ത് കാര്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ ധനസ്ഥിതി മെച്ചപ്പെടും, കിട്ടാതെ കിടക്കുന്ന കാശുകളെല്ലാം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കേതു കഴിഞ്ഞാൽ പിന്നെ ശുക്രനാണ്. ശുക്രനിൽ വരുന്നത് ഭരണി, പൂരം, പൂരാടം. ഭരണി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർ ധനശേഷി നല്ലതായിട്ട് തന്നെ വരും. പക്ഷെ അവർക്ക് ചില ശത്രുഭാവങ്ങളുണ്ടാവും. അവരുടെ കയ്യിലുള്ള ധനം മറ്റുള്ളവർ കൊണ്ടുപോകാൻ ശ്രമിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. അത് സ്നേഹത്തോടെ ആണെങ്കിലും ചതിയിലൂടെ ആണെങ്കിലും
അവരിൽ നിന്ന് കാശ് തട്ടിയെടുക്കാൻ മറ്റുള്ളവർ ശ്രമിക്കും. അത് കഴിഞ്ഞാൽ പൂരം നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം വാഹന അപകടങ്ങൾ സംഭവിക്കാതിരിക്കണം. വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ദാമ്പത്യ ജീവിതത്തിൽ ഒലച്ചിൽ പ്രയാസങ്ങളൊക്കെ വരാതിരിക്കണം. കോടതിയിൽ വ്യവഹാരം ഡൈവേഴ്സിനൊന്നും പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാനുള്ളത് ദേഷ്യ സ്വഭാവം നിയന്ത്രിക്കണം. അത് കഴിഞ്ഞാൽ പൂരാടത്തിനെ സംബന്ധിച്ചോളം ബിസിനസ്സിൽ പരാജയം ഉണ്ടാവാം, തൊഴിലെടുത്ത് പരാജയം ഉണ്ടാവാം. അപ്പോൾ പൂരാട നക്ഷത്രം വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സാമ്പത്തിക നില തകരും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സൂര്യദശയാണ്. സൂര്യദശ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് കാർത്തിക, ഉത്രാടം. അതിൽ കാർത്തികയ്ക്ക് മനോവിഷമങ്ങൾ, കാർത്തികയ്ക്ക് കുറച്ച് മനോവിഷമം ഉണ്ടാവാം. സന്താനങ്ങളെ കൊണ്ട് കുറച്ച് പ്രയാസം ഉണ്ടാവാം. സന്താനങ്ങളുടെ പ്രവൃത്തിയിലൂടെ ദുഃഖമുണ്ടാവാം. അവരത് ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ട് പിന്നെ ഉത്തരത്തിനെ സംബന്ധിച്ചോളം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. സന്താനങ്ങളെ കൊണ്ട് സൗഭാഗ്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അവർക്ക് കുറേ കാര്യങ്ങൾ വന്നു ചേരും. അവർക്ക് വാഹനമോ വീടോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ അങ്ങനെയൊക്കെ ഉള്ള സന്തോഷകരമായിട്ടുള്ള സമ്മാനങ്ങൾ അവർക്ക് കിട്ടും. അവരവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി പോകണം. പിന്നെ അവർ വല്ലവരടുത്തും വല്ലതും പറഞ്ഞിട്ട് നുണ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രയാസങ്ങൾ വരാതിരിക്കണം. ദുഷ്ടൻ്റെ ഫലം ചെയ്യുമെന്ന് പറയും. ഉത്തരനാളുകാർ അത് വളരെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉത്രാടത്തിനെ സംബന്ധിച്ചോളം ഉത്രാടത്തിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അമിതമായിട്ടുള്ള ടെൻഷൻ അവർക്ക് വരേണ്ടി വരും. അമിതമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇവർ ടെൻഷൻ അടിക്കും. ആ കാര്യം ശരിക്കും നടക്കുകയും ചെയ്യും, ഇവർ കിടന്ന് ടെൻഷൻ അടിക്കുകയും ചെയ്യും. ടെൻഷൻ ഒഴിവാക്കി പോയാൽ അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും, അല്ലെങ്കിൽ ആശുപത്രിവാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചന്ദ്രനാണ്. ചന്ദ്രനിലുള്ള രോഹിണി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം തൊഴിലെടുത്ത് ശ്രദ്ധ വരണം. അവർ ചെയ്തു കൂട്ടിയ ചില കള്ളത്തനങ്ങളൊക്കെ പിടിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അതവർ വളരെ ശ്രദ്ധിക്കണം. ഇവർ കുറുക്കു വഴികൾ തേടാൻ പാടില്ല. ഗവൺമെൻറ് ജോലിക്കാരും അത് വളരെ ശ്രദ്ധിക്കണം. 1 രൂപ വാങ്ങിയിട്ട് 100 രൂപ ചിലവാക്കേണ്ട അവസ്ഥയിലേക്ക് വരരുത്. തൊഴിലെടുത്ത് ശത്രുക്കളും ബുദ്ധിമുട്ടും ഉണ്ടാവാം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അത്ത നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് കുറച്ച് നല്ല സമയമായിട്ടാണ് കാണുന്നത്. അവർക്ക് കുറച്ച് ധനസ്ഥിതി വരാനും പിണങ്ങിപ്പോയവരൊക്കെ വന്ന് മിണ്ടാനും അവർക്ക് കുറച്ച് സാമ്പത്തിക ഇടപാടിലും തൊഴിലെടുത്തും അഭിവൃദ്ധി ഉണ്ടാവാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ തിരുവോണ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമാണ്. ഈ സമയത്ത് ഇവരെ സംബന്ധിച്ചോളം കുറേ പ്രയാസങ്ങളുമുണ്ട്, കുറേ നല്ലതുമുണ്ട്. സ്വന്തക്കാർക്കും മക്കൾക്കും കുടുംബത്തിനും സ്ത്രീകൾക്കും വേണ്ടി ധനം ചിലവാക്കേണ്ടതായിട്ട് വരും. വരുമാനം കിട്ടുന്നത് അതേപടി തന്നെ ചോർന്നു പോകും, അല്ലെങ്കിൽ ചിലവായിക്കൊണ്ട് പോകും. അപ്പോൾ ഇവരുടെ വസ്തുവകകൾ തസ്കരന്മാർ മോഷ്ടിക്കാതിരിക്കാനും വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കുജനാണ്. കുജൻ എന്ന് പറയുന്നത് മകീരം, ചിത്തിര, അവിട്ടം. അതിൽ മകീര നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സമയമുണ്ട്, പുതിയ വീടുണ്ടാവാം. അവരെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. അവർക്ക് സന്തോഷകരമായി മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും അവർക്ക് പ്രാവർത്തികമായി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്രതീക്ഷിതമായിട്ട് ധനം കിട്ടാനും സഹായം കിട്ടാനും യോഗമുണ്ട്. ചിത്തിരയെ സംബന്ധിച്ചോളവും കുറച്ച് നല്ലൊരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. ചിത്തിര നക്ഷത്രത്തിലുള്ളവർക്ക് നല്ല സമയമാണ് ഈ ധനു വൃശ്ചിക മാസത്തിൽ വരുന്നത്. അവർക്ക് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. അപ്രതീക്ഷിതമായിട്ട് ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരും. അവരെ കയ്യിൽ നിന്ന് ആരെങ്കിലും പറ്റിച്ചുകൊണ്ട് പോയിട്ടുള്ള ധനങ്ങൾ തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടമാണ്. അവിട്ട നക്ഷത്രത്തിന് ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കണം. അവർക്ക് തൊഴിൽ നഷ്ടപ്പെടാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. എടുത്തുചാട്ടം കാരണം പ്രയാസം വരാതിരിക്കണം. വല്ലവരടുത്തും വല്ലതും പറഞ്ഞിട്ട് മറ്റുള്ളവർ ശത്രുക്കളുണ്ടാവും. കുടുംബത്തിനകത്ത് കലഹം വരാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ വരുന്നത് രാഹുറാണ്. രാഹുറിൽ തിരുവാതിര, ചോതി, ചതയം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചോളം അവർക്ക് അസുഖങ്ങളാൽ ബുദ്ധിമുട്ടിക്കും, അവർക്ക് പ്രയാസങ്ങൾ വരും. സാമ്പത്തിക സ്ഥിതിയിൽ കുഴപ്പമൊന്നും കാണില്ല, പക്ഷേ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തണം. ഈ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർക്ക് പകർച്ചവ്യാധികളൊക്കെ വന്നുപെടാം. വയറ് സംബന്ധമായിട്ടോ ഡിസെൻട്രിയോ ഒക്കെ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും. വൊമിറ്റിങ്ങും ഡിസെൻട്രിയൊക്കെ അവർക്ക് വരാം. അണുബാധകൾ അവരെ ശല്യപ്പെടുത്താം. പിന്നെ അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ചോതിയെ സംബന്ധിച്ചോളം
ധനം വരും. ഇഷ്ടമാറ്റുള്ള വിഭവങ്ങൾ ഭക്ഷിക്കാം. ധനശേഖരണം കൂടും. സൗഭാഗ്യമുള്ള ഒരു മാസമാണ് ചോതിയെ സംബന്ധിച്ചോളം. അവരെ തേടി ഓരോ കാര്യങ്ങൾ വന്നുപെടും. പക്ഷെ അവർ സ്വയം നാശം വിതയ്ക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ ചതയത്തിനെ സംബന്ധിച്ചോളം സമ്മിശ്രമായിട്ടുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവർ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവരാരെയാണോ വിശ്വസിക്കുന്നത് അവരിവരെ പറ്റിക്കും. പക്ഷെ അവർക്കും മേലെ ആയതുകൊണ്ട് അവരുടെ കളിയൊന്നും ഈ ചതയ നക്ഷത്രക്കാരടുത്ത് നടക്കില്ല. കാരണം അവർ ഉള്ളു വലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. കുംഭരാശിയിലാണ് വരുന്നത്. ശനിയാണ് കുംഭരാശിക്ക് അധിപൻ. അവർക്ക് ഈ ചതയ നക്ഷത്രത്തിലുള്ളവർക്ക് അറിവുണ്ടെങ്കിൽ അവർ പൊട്ടം കളിച്ച് മറ്റുള്ളവരെ കാര്യങ്ങൾ മനസ്സിലാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗുരുവാണ്. ഗുരുവിൽ വരുന്ന നക്ഷത്രമാണ് പുണർദം, വിശാഖം, പൂരിരുട്ടാതി. പുണർദം നേരത്തിനെ സംബന്ധിച്ചോളം പുണർദം എടുത്തു ചാടി ധനം നഷ്ടപ്പെടുത്തരുത്. ശോഷണം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവരെ മറ്റുള്ളവർ പറ്റിക്കും. നെറ്റ്വർക്കിംഗ് ബിസിനസ്സിലൊക്കെ കൊണ്ടുപോയി അവരെ കൊടുക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടല്. ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസങ്ങളിലേക്കൊന്നും ചെന്ന് ചാടരുത്. ധനം മോഹിച്ച് അവിടെ ചെന്ന് ചാടി പ്രയാസങ്ങൾ വരരുത്. കയ്യിലുള്ള ധനം ചിലവാക്കി കളയേണ്ട സ്റ്റേജ് വരരുത്. വിശാഖത്തിനെ സംബന്ധിച്ചോളം നല്ലൊരു സമയമാണ്. വിശാഖ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് നല്ലൊരു സമയമാണ്. കലാകാരന്മാരെ സംബന്ധിച്ചോളം വളരെ നല്ലതായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. വിശാഖ നക്ഷത്രം ഉയർച്ചയിലേക്ക് വരുന്ന ഒരു മാസം കൂടിയാണ് ഇത്. അവർ നല്ലതുപോലെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ അവരുടെ കുറേ കടബാധ്യതകൾ മാറിക്കിട്ടും. അത് കഴിഞ്ഞാൽ വരുന്ന പൂരിരുട്ടാതി ഗുരുവിൽ ജനിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചുള്ള ഈ മാസം നല്ലതായിട്ടാണ് കാണുന്നത്. എങ്കിൽ പോലും കുടുംബത്തിൽ സമാധാനം കിട്ടില്ല. ഇവർ ചില കാര്യങ്ങൾ വല്ലവരടുത്തും പറഞ്ഞിട്ട് അവർ മുഖാന്തരം ശത്രുക്കളുണ്ടാവും. പൊതുവെ ഇവരുടെ സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയാൽ ഇവരിൽ നല്ല ഉയർച്ച ഉണ്ടാവും. അത് ഇവർ കേൾക്കില്ല. ഇരിക്കണിടം തന്നെ കുഴിക്കും. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശനിയാണ്. ശനിയിൽ വരുന്ന പൂയം, അനിഴം, ഉത്രട്ടാതി. പൂയത്തിനെ സംബന്ധിച്ചോളം കാശ് കിട്ടും. പക്ഷേ കാശ് കിട്ടുമ്പോഴത്തേക്ക് അഹങ്കാരം ഉണ്ടാവാം. ഈ അഹങ്കാരം കാരണം ധനം നഷ്ടപ്പെട്ടു പോവാം. ഇവരൊരു കുറച്ച് സമയം സുഖലോലിവരാണ്. ഇവർ മനസ്സിനകത്ത് കാര്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്നവരാണ്. പൂയ നക്ഷത്രത്തിലുള്ളവർ സ്വാർത്ഥത കൂടിയിരിക്കും. അത് കാരണം ഇവർക്ക് 100 രൂപ വന്നാൽ 100 രൂപ ചിലവായതിനു ശേഷമേ ഇവർക്ക് പൈസ കിട്ടത്തുള്ളൂ. അതാണ് ഇവരുടെ ഒരു രീതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ കുറച്ച് അധ്വാനികളാണ്. പക്ഷേ ഒരുപാട് അധ്വാനിച്ചിട്ടും പ്രയോജനമില്ല. കുറച്ച് ജോലി ചെയ്താലും പെർഫെക്റ്റായിട്ട് ചെയ്യുക. ചില സമയങ്ങളിൽ ഇവർക്ക് അലസതയും കാര്യങ്ങളും ഉണ്ടാവും. ശത്രുക്കൾ ഇവരുടെ കൂടപ്പിറപ്പ് പോലെ എപ്പോഴും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് അനിഴമാണ്. അനിഴത്തിനെ സംബന്ധിച്ചോളം മാതൃസ്വത്തിന് വേണ്ടി തർക്കം ഉണ്ടാവും. അനിഴ നക്ഷത്രത്തിന് പേരുദോഷം, അപവാദം ഇതെല്ലാം കേൾക്കുവാൻ യോഗമുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കണ്ണിങ്ങായിട്ട് തന്നെ മുന്നോട്ട് സഞ്ചരിക്കണം. ഉത്രട്ടാതിയെ സംബന്ധിച്ചോളം ഇവർക്ക് ധനവും കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പം കാണില്ല. മനസ്സമാധാനം കിട്ടില്ല. ശിരോരോഗങ്ങൾ ഇവർക്ക് വരാം. ENT പോലുള്ള പല രോഗങ്ങളും ഇവരെ ബുദ്ധിമുട്ടിക്കാം. പിന്നെ ഇവർക്ക് നമ്മുടെ പല്ലുവേദന അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ദന്തക്ഷയം അങ്ങനെയൊക്കെയുള്ള ദന്ത സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഇവർക്ക് പിടിപെടാം. അസുഖങ്ങളാൽ ഇവരെ ബുദ്ധിമുട്ടിക്കാം. എങ്കിലും പൊതുവെ ഇവർക്ക് മീനരാശിയിലുള്ള ഉത്രട്ടാതിയാണെങ്കിൽ സൗഭാഗ്യങ്ങൾ വന്ന് നിറയും. അപ്രതീക്ഷിതമായിട്ട് ധനവും കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബുധദശയാണ്. ബുധദശയിൽ വരുന്ന 3 നക്ഷത്രങ്ങളാണ് ആയില്യം, കേട്ട, രേവതി. ആയില്യ നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം സൗഭാഗ്യത്തിൻ്റെ മാസമാണ്. ഇവർക്ക് ഉയർച്ചയുണ്ടാവും. 40 വയസ്സിന് ശേഷമുള്ള ആയില്യത്തിന് വളരെ നല്ലതായിട്ടുള്ള സമയമാണ്. 40 വയസ്സിന് മുമ്പേ ഉള്ള ആയില്യം വളരെ ശ്രദ്ധിക്കണം. അവർ അടിപിടികളിലും അക്രമങ്ങളിലും വഴക്കുകളിലൊക്കെ ചെന്ന് പെടും. ശത്രുക്കൾ കൂടും. ആവശ്യമില്ലാതെ മാനസിക അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാം. അത് വളരെ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ കേട്ടയെ സംബന്ധിച്ചോളം കേട്ടയ്ക്ക് തൊഴിലിടത്ത് ശത്രുക്കളുണ്ടാവാം. ഒരു പൂർണ്ണത ഉണ്ടാവില്ല. വിചാരിച്ച കാര്യങ്ങളിലൊക്കെ തടസ്സം വരും, മുടക്കം വരും. ഇപ്പോൾ ആരുടെയെങ്കിലും കാശ് ചോദിച്ചാലും 2 പേര് 3 പേരെടുത്ത് ചോദിക്കണം. ചിലപ്പോൾ കിട്ടിയില്ല എന്നിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് രേവതിയാണ്. രേവതിയെ സംബന്ധിച്ചോളം അവർ മീനരാശിയിൽ വരുന്ന കാരണം ധനസ്ഥിതിക്ക് കുഴപ്പമൊന്നും വരില്ല. എങ്കിലും ഇവരുടെ ബിസിനസ്സുകളിൽ പാളിച്ചകളുണ്ടാവും.
ഇവരെ പറ്റിച്ചുകൊണ്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട്. കൂടെ ജോലി ചെയ്യുന്നവർ തന്നെ മോസ്തുതി പാടി ഇവരുടെ കാശ് കൊണ്ടുപോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 9 ദശാനാഥന്മാരുടെ ഇതായിട്ട് വരുന്ന 27 നക്ഷത്രങ്ങൾ. തീർച്ചയായും ഞാൻ ഈ പറഞ്ഞത് 60% നാളിൻ്റെ രീതിക്ക് തന്നെ വരും. 20% നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം, 20% നമ്മളുടെ DNA പാരമ്പര്യമായിട്ടുള്ള രീതി. ഇങ്ങനെ വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാവും. നിങ്ങൾക്കെല്ലാ പേർക്കും കലിയുഗ ജ്യോതിഷൻ്റെ പ്രണാമം.